ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊരു ടാങ്ക് ക്ലീനാക്കാൻ വന്ന കേട്ടോ. നോക്കിയാണ്ടേ കുറച്ച് കാലമായി നന്നാക്കിയിട്ട് ഇത് മൊത്തം ക്ലീനാക്കി എടുക്കണം. ഇതുപോലെ ഒരുപാട് പഴയ പായലും കാര്യങ്ങളും ഇങ്ങനെ കയറി വരും ടാങ്ക് ക്ലീനാക്കിയിട്ടേ. നോക്കിയാൽ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളെ വീട്ടിലെ ടാങ്കൊന്ന് ക്ലീനാക്കണം. ഇങ്ങനത്തെ സിമെൻറ്റിനോട് കയ്യിലൊക്കെ ഒട്ടിച്ച ടാങ്കുകളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ലീനാക്കി എടുക്കുക. മഴക്കാലൊക്കെയാണ്. ഒക്കെ പാല് വരുന്നു കേട്ടോ. മൊത്തം പാലല്ല, സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഉറച്ച് കഴിയണം. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ടാങ്കുകളുണ്ടാവും, ഇങ്ങനത്തെ സിമെൻറ്റിന് ടൈലൊട്ടിച്ച ടാങ്കുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഈ ഷീറ്റ് കണ്ടില്ലേ, വേനൽക്കാലത്ത് ഇതിലേക്ക് വെള്ളം നിറച്ച് ചെയ്യും. ഈ ചൂട് കാരണം, വെയിലിൻ്റെ ചൂട് കാരണം ഇതുപോലെ പായൽ പിടിക്കും. ഇതിൻ്റെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ചില്ലാണല്ലോ, ഇത് കാരണം തന്നെ പായൽ പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൊല്ലത്തിലൊരു വട്ടമെങ്കിലും ടാങ്കുകൾ, ഇങ്ങനത്തെ ടാങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ടാങ്ക് ക്ലീനാക്കുക. ഇങ്ങനെ പായൽ പിടിക്കാൻ നിൽക്കരുത്, പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നന്നായി ശ്രദ്ധിക്കണം. ടാങ്ക് ക്ലീനാക്കി നോക്കിയാൽ നല്ല വൃത്തിയായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ടാങ്കുകളുണ്ടാവും. കിണർ വൃത്തിയാക്കും, അതിനുശേഷം ടാങ്ക് ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, കൊല്ലത്തിലൊരു വട്ടമെങ്കിലും ടാങ്ക് കൂടി ഒന്ന് ക്ലീനാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്.